പ്രിയ സുഹൃത്തുക്കളെ, ഇത് ഇടുക്കി ജില്ലയിലെ കൊന്നത്തടി പഞ്ചായത്തിലെ കാറ്റാടിപ്പാറ വ്യൂ പോയിൻ്റാണ്. കൊന്നത്തടി പഞ്ചായത്തിലെ പണിക്കൻകുടിയിൽ നിന്ന് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ പോയാൽ കാണാവുന്ന ഒരു വ്യൂ പോയിൻ്റാണ്. അതിമനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണ് ഇത്. ഈ മലയുടെ ഒരു വലിയ മലയാണ്. അവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ കുറേ പഞ്ചായത്തുകൾ, 3-4 പഞ്ചായത്തുകളുടെ ഭാഗങ്ങൾ നമുക്ക് കാണാം. വളരെ ദൂരമായ വ്യൂ പോയിൻ്റുകളുണ്ട്. ഇത് വാത്തുക്കുടി, ഇടുക്കിയിലെ തന്നെ വാത്തുക്കുടി കൊന്നത്തടി പഞ്ചായത്തുകളെ വേർതിരിക്കുന്ന ചിന്നാർപ്പുഴയുടെ ഒരു കരയാണ്. അതുകൊണ്ട് തന്നെ പുഴയുടെ വ്യൂവും പുഴയ്ക്ക് അങ്ങ് കരയുള്ള വാത്തുക്കുടി പഞ്ചായത്തും തോപ്രാംകുടി പ്രദേശങ്ങളും, വാത്തുക്കുടി പഞ്ചായത്തിലെ തന്നെ തോപ്രാംകുടി പ്രദേശങ്ങളും കട്ടപ്പന യുടെ ഭാഗങ്ങളും നെടുങ്കണ്ടത്തിൻ്റെ ഭാഗങ്ങളും ഒക്കെ കാണാനായിട്ട് പറ്റും. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. എന്നാൽ ഇതിനൊരു മുന്നറിയിപ്പ് ആദ്യമായിട്ട് ഞാൻ തരാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു അപകടം പിടിച്ചൊരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. കാരണം അതിനൊരു സുരക്ഷാ വേലിയില്ല. അതിഭയങ്കര കാറ്റാണ്. ഈ മലയുടെ മണ്ടയിൽ എപ്പോഴും ഭയങ്കര കാറ്റാണ്. അതിഭയങ്കര ശക്തമായ കാറ്റാണ്. നമുക്ക് അങ്ങോട്ട് ചെല്ലാനൊക്കെ പേടിയോ ഭയവും. ചില ഒരു സൈഡ് അതിഭയങ്കര തന്നെയുള്ള അതിഭയങ്കര ആഴമുള്ള കൊക്കയാണ്. മറ്റു സൈഡുകളെല്ലാം കിഴക്കാന്തോക്ക എന്നൊക്കെ പറഞ്ഞ പോലെ ഭയങ്കര താഴ്ചയിലുള്ള പ്രദേശങ്ങളാണ്. നമുക്ക് ആ സൈഡിലോട്ടൊന്നും ചെല്ലാനൊന്നും പറ്റില്ല. ഇനിയിപ്പോൾ സ്കൂളൊക്കെ അടയ്ക്കുകയാണ്. സ്കൂളൊക്കെ അടയ്ക്കുമ്പോൾ വെക്കേഷനൊക്കെ ആകുമ്പോൾ ധാരാളം ടൂറിസ്റ്റുകൾ വരണം. അതുപോലെ ആ റോഡുകളൊക്കെ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പണിക്കൻകുടി എന്നുള്ള റോഡൊക്കെ വെരിറ്റ് ചെയ്ത് നടക്കുന്നുണ്ട്. അപ്പോൾ റോഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ ധാരാളം ടൂറിസ്റ്റുകൾ അവിടെ വരും. കുട്ടികളൊക്കെ വരും. അല്പം ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ, ചെറിയൊരു ഒരു നിമിഷം ശ്രദ്ധ തെറ്റിയാൽ വലിയ അപകടം നമുക്കവിടെ ഉണ്ടാവും. അതുകൊണ്ടത് കൊന്നത്തടി പഞ്ചായത്ത് അടിയന്തരമായിട്ട് അതിൽ ശ്രദ്ധിക്കണം. അവിടെയുള്ള ആ പ്രദേശങ്ങളിൽ ഒരു സുരക്ഷാ വേലി കെട്ടാനായിട്ട് അതെന്ത് വില കൊടുത്തും ചെയ്യണം. നമുക്കൊരു അപകടം ഉണ്ടായിട്ട്, നമ്മുടെ നാട്ടിലൊരു അപകടം ഉണ്ടായിട്ട് പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ആ ദുഃഖം നിലനിൽക്കും. അതുകൊണ്ട് അതിനേക്കാൾ നല്ലത് ഏറ്റവും പെട്ടെന്ന് അതിനൊരു അടിയന്തരമായിട്ട് ഒരു സുരക്ഷാ വേലി കെട്ടണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇത് സംബന്ധിച്ച് നമ്മൾ അല്ലെങ്കിൽ ചിലപ്പോൾ കളക്ടർ തന്നെ അത് ചിലപ്പോൾ ആ ടൂറിസം നമ്മൾ നിരോധിക്കും. അവിടെ പരാതികളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കളക്ടർക്ക് അത് നിരോധിക്കാനുള്ള അധികാരമുണ്ടെന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതെല്ലാം റോഡൊക്കെ തീർന്ന് നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന ടൂറിസ്റ്റുകളോട് ഇത് കേൾക്കുന്ന ആരെങ്കിലും ഇത് കേട്ടിട്ട് വരികയാണെന്ന് വെച്ചാൽ പറയാനുള്ളത്, അവിടെ പ്ലാസ്റ്റിക് ബോട്ടിലുകളും വേസ്റ്റ് എല്ലാം വലിച്ചെറിയുന്നുണ്ട്. അതിൻ്റെ ആ മലയുടെ താഴ്ഭാഗങ്ങളെല്ലാം വീടുകളും കുടിവെള്ള സ്രോതസ്സുകളൊക്കെ ഉള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അവിടെ ഇരുന്ന് അതിനകത്ത് വേസ്റ്റുകൾ നിക്ഷേപിക്കാൻ വെച്ചിരിക്കുന്ന പാത്രങ്ങളിൽ മാത്രമാണ് നിക്ഷേപിക്കാവുള്ളൂ ബോട്ടിലുകളൊക്കെ. കാരണം എന്താ വെച്ചാൽ താഴോട്ട് എറിയുമ്പോഴത്തേനും അവിടെ നിന്ന് എറിയുമ്പോഴത്തേനൊക്കെ താഴോട്ടൊക്കെ കല്ലൊക്കെ ഇട്ട് കുപ്പിക്കകത്തിട്ട് താഴോട്ടൊക്കെ എറിയാറുണ്ട്. ചില്ലുകുപ്പികളും താഴ്ഭാഗത്തെല്ലാം വീടും കൃഷിസ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. കുറേ താഴെയാണേലും. അല്ലെങ്കിൽ പോലും വലിയ മഴയൊക്കെ പെയ്യുമ്പോഴത്തേനും ഇതെല്ലാം അവിടെ നിന്നെല്ലാം ഒഴുകിയ കുടിവെള്ള സ്രോതസ്സുകളിലൊക്കെ വരും. അപ്പോൾ അത്രയും ദ്രോഹങ്ങളൊന്നും ചെയ്യരുത്. കാരണം അത് നല്ല ഭംഗിയായിട്ട് ആ ടൂറിസ്റ്റ് സെൻറ്റർ നമുക്ക് പരിപാലിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. നല്ലൊരു മെസ്സേജ് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. അത് വരുന്നവരാരും അവിടെ വേസ്റ്റ് ഒന്നും ഇട്ടത്, വേസ്റ്റ് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, കുപ്പികളൊക്കെ തല്ലി പൊട്ടിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ പൊട്ടിച്ചിട്ടുണ്ട്. അതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ നാട്ടിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വിളിച്ചോതുന്ന ഒരു നല്ല ഒരു പ്രസ്ഥാനമായിട്ട്, ഒരു പ്രദേശമായിട്ടത് മാറണം. അപ്പോൾ ഏതായാലും അടിയന്തരമായിട്ട് തന്നെ ഈ സുരക്ഷാ വേലിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ലെന്ന് പഞ്ചായത്ത് അധികാരികൾ ഓർപ്പിക്കുകയാണ്. അത് കാരണം വെച്ചാൽ നല്ലൊരു അപകടം എപ്പോഴും വേണമെങ്കിലും അവിടെ സംഭവിക്കാം. ഇതുവരെ സംഭവിച്ചിട്ടില്ല, സംഭവിക്കാതിരിക്കട്ടെ. അതിനു മുമ്പ് അതിന് വേണ്ട മുൻകരുതലുകൾ നമുക്കവിടെ എടുക്കണം. അതുപോലെ അവിടെ ഒരു നല്ല പ്രദേശമാണ്. റോഡുകളൊക്കെ തീർന്നു വരുന്നുണ്ട്, നന്നായിട്ട് വരുന്നുണ്ട്. ഒരു വർഷം മുമ്പ് 2 വർഷം മുമ്പൊക്കെ അവിടെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ പ്രദേശത്തെ ആളുകളെ ഇലക്ഷൻ ബഹിഷ്കരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബഹിഷ്കരിക്കുന്നൊക്കെ അവിടെ ഫ്ലെക്സ് വെക്കുകയും വലിയ പ്രശ്നങ്ങളൊക്കെ നമുക്കവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് ആ റോഡ് എങ്ങനെയാണെങ്കിലും നന്നായിട്ടുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം ഒരു നാടിൻ്റെ വികസനം എന്നൊക്കെ പറയുന്നത് റോഡൊക്കെ വരുമ്പോഴത്തേനാണ്. അത് നമ്മുടെയൊക്കെ സംസ്ഥാനം ആയതുകൊണ്ടല്ല, ഇന്ത്യ രാജ്യത്ത് ആയതുകൊണ്ടാണെന്ന് ഇത്രയും പരാജയമായി പോയത്. അല്ലെങ്കിൽ വേറൊരു സ്ഥലമായിരുന്നെങ്കിൽ ആ കാറ്റാടിപ്പാറയുടെ മുകളിൽ നിന്ന് നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ഒരു ടവറുണ്ട്. അതായത് ദേവുമേട്, തോപ്രാംകുടി വാതുക്കുടി പഞ്ചായത്തിലെ ദേവുമേട് എന്ന സ്ഥലത്തേക്ക് ഒരു റോപ്പ് വേ ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ വന്നേനെ. അതായത് ചിന്നാർ പുഴ, പെരിഞ്ഞാമുട്ടി ആറിൻ്റെ കുറുകെ ഏകദേശം ഒരു 3 കിലോമീറ്റർ ദൂരം ഒരു എയർ ഡിസ്റ്റൻസിൽ ഒരു റോപ്പ് വേ ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ അതിമനോഹരമായിട്ട് ടൂറിസ്റ്റുകൾ ധാരാളം വന്നേനെ. അവിടെ നിന്നാൽ ദേവുമേട്ടിൽ അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ദേവുമേട്ട് നിന്നാൽ ഇടുക്കി ഡാമിൻ്റെ കല്യാണത്തണ്ട്, കാൽവരി മൗണ്ടൊക്കെ കാണാൻ പറ്റും. അതുപോലെ കുറച്ച് ഹൈറ്റുള്ള ഒരു വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് മൂന്നാറിൻ്റെ ഭാഗങ്ങൾ കാണാൻ പറ്റും. ആനമുടിയൊക്കെ കാണാൻ പറ്റും.
അപ്പോൾ അങ്ങനെ ഒത്തിരി ടൂറിസ്റ്റ് പ്ലേസുകൾ കാണാൻ പറ്റും. വാച്ച് ടവറൊക്കെ ഉണ്ടാക്കുന്നത് നല്ലതാണ്. റോപ്പ് വേ ഒക്കെ പറ്റുന്നതാണ് ടൂറിസത്തിന് നല്ല പ്ലേസാണ്. കാരണം അത്ര നല്ലൊരു പ്ലേസ്, ഇത്രയും ഹൈറ്റുള്ള രണ്ട് സ്ഥലങ്ങൾ 2 പഞ്ചായത്തുകൾ ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വരുമാന മാർഗ്ഗമാണ് പഞ്ചായത്തിന്. സർക്കാരിന് ധാരാളം ഇടുക്കി ജില്ലയ്ക്കും ഇടുക്കിയുടെ പുരോഗതിക്കൊക്കെ വളരെ ഒരു നാഴികക്കല്ലായിട്ട് മാറും. ദേവമേട്ടിലേക്ക് ഒരു ഏകദേശം ഒരേ ഹൈറ്റിലാണ് കാറ്റാടിപ്പാറയിൽ നിൽക്കുന്നത്. ദേവമേട് ഏകദേശം ഒരു ഹൈറ്റിലാണ്, ഏതാണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടിയോളം ഉണ്ടാവും ഹൈറ്റ്. 3000 ഉണ്ടാവും, അത്ര ഹൈറ്റുണ്ട്. അപ്പം റോപ്പ് വേ പോലെയോ അല്ലെങ്കിൽ വാച്ച് ടവർ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആൾക്കാർ ടൂറിസ്റ്റുകളെ ആകർഷിക്കും. ഇപ്പോൾ ആ റോഡൊക്കെ തീരുമ്പോഴത്തേനും, അതായത് അടിമാലിയിൽ നിന്നുള്ള കല്ലാർകുട്ടി പണിക്കൻകുടി നത്തുകല്ല് കട്ടപ്പന റോഡ് ഒക്കെ വരുമ്പോഴത്തേനും BMBC റോഡിലൊക്കെ വരുമ്പോഴത്തേനും ടൂറിസ്റ്റുകൾ ധാരാളം വരും. ഇപ്പോൾ തന്നെ മൂന്നാറ്റിൽ നിന്നൊക്കെ നിറയെ ടൂറിസ്റ്റുകൾ ആ റൂട്ടിൽ പോകുന്നുണ്ട്. പിന്നെ വഴി മോശമായതുകൊണ്ട് മാത്രമാണ് പലരും അങ്ങനെ കയറാൻ പോകുന്നത്. പിന്നെ അതുപോലെ പഞ്ചായത്ത് അവിടെ ഒരു ബോർഡ് വെക്കണം, ടൂറിസ്റ്റ് സെൻ്റർ എന്നുള്ളൊരു ബോർഡ് വെക്കണം. അത് ഇതുവരെ വെച്ചിട്ടില്ല. ഇപ്പോൾ വഴി ബ്ലോക്ക് ആയതുകൊണ്ട് 2-3 ദിവസത്തിൽ ഏതാനും ദിവസങ്ങളിൽ അത് തുറക്കും. അപ്പോൾ അത് ബ്ലോക്കാണ്, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ബോർഡ് വെക്കാത്തതെന്ന് തോന്നുന്നു. നല്ലൊരു ബോർഡും വെച്ച് കഴിഞ്ഞാൽ അടിപൊളി പ്ലേസാണ്. ഏതായാലും അത് നന്നാക്കി എടുക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട് എല്ലാവർക്കും വേണ്ടി, നാടിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഉപകാരപ്പെടും. നമ്മുടെ അടുത്തൊരു ടൂറിസ്റ്റ് സെൻ്ററൊക്കെ ഉള്ളത് നല്ലതാണ്. അതായത് വാഗമണ്ണൊക്കെ പോലെ പോകുന്നവരൊക്കെ യാത്രക്കാരെല്ലാം അതിൽ വന്ന് കയറി ടൂറിസ്റ്റുകളെ കണ്ടിട്ട് പോകും. നന്ദി, നമസ്കാരം.